ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2009 പുറത്തിറങ്ങിയിട്ടുള്ള മീറ്റ് ഗ്രൈൻഡർ എന്ന ഒരു അടിപൊളി സൈക്കോ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് അടക്കാം. വാ. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. അവളിപ്പോൾ അവിടെ ബക്കറ്റിൽ മുഴുവനായിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കി നിൽക്കുക. ഇവൾ അതിൽ നോക്കി നിൽക്കും തോറും ചെറുപ്പത്തിൽ നടന്ന ഓരോരോ കാര്യങ്ങളും അവളുടെ മനസ്സിൽ മിന്നി മാറിപ്പോകും. ചെറുപ്പത്തിൽ ഇവൾക്ക് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അധികം വൈകാതെ തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇവൾ അത് നോക്കി നിൽക്കുന്ന നേരം അവളുടെ മകൾ അവിടേക്ക് എത്തും. അവൾക്ക് കാലുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇവൾ ഉന്ത് സാധനങ്ങളൊക്കെ കൊണ്ട് നടന്ന് വിറ്റാണ് ജീവിക്കുന്നത്. ഇവൾക്കും മകൾക്കും വേറെ ആരുമില്ല. ഹസ്ബൻഡ് എവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും അറിയില്ല. അധികം ആരും ഇവളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിൽ പണവുമില്ല. എല്ലാം ആലോചിച്ച് അവൾ വളരെയധികം സങ്കടപ്പെടും. അന്ന് വരെ വീട്ടിലേക്ക് ഒരാൾ വരും. അതായത് ഇവളുടെ ഹസ്ബൻഡ് ആ നാട്ടിലെ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. അതിലൊരുത്തനാണ് ഇവൻ. നിന്റെ ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പലിശയില്ല, മുതലുമില്ല. ഒരു കാര്യം ചെയ്യേ, പൈസ തരാൻ നിന്റെ കയ്യിലില്ലെങ്കിൽ ഈ വീട് എനിക്ക് തന്നേക്ക്. പിന്നെ നീ കുറച്ച് അഡ്ജസ്റ്റ് കൂടി ചെയ്താൽ മതി. അയാൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് കേട്ട് അവൾക്ക് ദേഷ്യം വരും. അവൾ അയാളെ ചീത്ത വിളിച്ച് പറഞ്ഞയക്കും. അടുത്ത ദിവസം കൊച്ചിനെ വീട്ടിലാക്കി ഡോറൊക്കെ ലോക്ക് ചെയ്ത് ജോലിക്കിറങ്ങി. അങ്ങനെ വണ്ടിയിൽ സാധനങ്ങൾ ഇറക്കി വെക്കാൻ പോകുമ്പോൾ ചട്ടപ്പടാന്ന് നിറയെ ആളുകൾ ഓടി വരുന്നുണ്ട്. ഇവൾക്ക് ഒന്നും മനസ്സിലാക്കില്ല. അപ്പുറത്തുനിന്ന് പോലീസ് ഇവരെ മിരട്ടി ഓടി വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവൾ നിൽക്കും. അതേസമയം ആ കൂട്ടത്തിൽ ഓടി വന്ന ഒരുത്തൻ ഇവളുടെ ഈ നിൽപ്പ് കണ്ട് അവളെയും കൂട്ടി ആ കുഞ്ഞു റോട്ടിലൂടെ ഓടി മാറി. അവളെയും കൂട്ടി ഓടുന്ന ഇവനാണ് നമ്മുടെ ഹീറോ. ഇപ്പുറത്തെ ഈ ഉന്തുവണ്ടി അതിലൊരുത്തൻ റോട്ടിൽ കുറുകിടാൻ ശ്രമിക്കും, പോലീസ് വരാതിരിക്കാനായിട്ട്. ഇവൻ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണ്. അങ്ങനെ ഒരു വിധേന പ്രശ്നമെല്ലാം അവസാനിക്കും. കുറച്ച് സമയത്തിനുള്ളിൽ അവൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ അന്തരീക്ഷം എല്ലാം കുറച്ച് ശാന്തമായിട്ടുണ്ട്. കൂടാതെ വണ്ടിക്ക് പ്രത്യേകിച്ച് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ അവൾ തിരിച്ച് വണ്ടി ഉന്തി വീട്ടിലേക്ക് വരും. അമ്മ നോക്ക്, വണ്ടിയുടെ മുകളിൽ എന്തോ ഒരു രക്തക്കറ. ഇവളും അതെന്താണെന്ന് അവിടെ ചെന്ന് നോക്കിയാൽ വണ്ടിയുടെ താഴെയുള്ള ബോക്സ് അത് അവൾ ഓപ്പൺ ചെയ്യും. അതിലൊരു മൃതശരീരം. ഇത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണ്. എനിക്ക് തോന്നുന്നത് പോലീസും ഈ ആളുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊന്നതായിരിക്കാം. ആരെ കൊന്നത് എന്താണെന്നൊന്നും അറിയില്ല. ഇത് കണ്ട് അവൾ ആകെ തരിച്ചു പോകും. ഇനി ഇതെങ്ങാനും പോയി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ അവർ ഈ കൊലപാതകം തൻ്റെ തലയിൽ ഇടുമെന്ന ഭയത്തിൽ അവൾ ഒന്നും പറയില്ല. പകരം ആ മൃതശരീരം കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വെക്കും. ക്യാമറ അങ്ങനെ തന്നെ തിരിച്ച് നമ്മുടെ ഹീറോയെ കാണിച്ചാൽ അവൻ എല്ലാവരെയും കോൾ ചെയ്ത് തൻ്റെ ഫ്രണ്ടിനെ പറ്റി അന്വേഷിക്കും. ആരും അവനെ കണ്ടിട്ടില്ല എന്ന് പറയും. അവൻ എവിടെ പോയതായിരിക്കുന്ന നമ്മുടെ ഹീറോ തല പുകഞ്ഞ് ചിന്തിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ തൻ്റെ മകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് വാങ്ങിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നിരിക്കായിരിക്കും. നമ്മുടെ ഹീറോ അതേ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവളെ കണ്ടയുടനെ ഹായ് ഹലോ എന്നെല്ലാം പറഞ്ഞ് അവൻ സംസാരിക്കാൻ വരും. പക്ഷെ അവൾ ഇവനെ മൈൻഡ് പോലും ചെയ്യില്ല. ഇവൻ എന്താ ഇത്, നമ്മളൊരു ഹെൽപ്പ് ചെയ്തിട്ട് പോലും ഒരു നല്ല വാക്ക് പറയാതെ ഈ പെണ്ണ് പോകുന്നതെന്ന് ആലോചിക്കും. ഈ സമയം അതുവഴി അവൻ്റെ ലവർ സൈക്കിൾ ഓടിച്ചു പോകുന്നത് കാണും. പിന്നാലെ ഇവനും അവളെ കാണാനോടും. അങ്ങനെ അവളുടെ വീടിൻ്റെ അവിടെ വരെ പോയി അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് അവളെ നോക്കും. അവൻ അവിടെ നിന്ന് അവളെ നോക്കുന്നത് ആ പെണ്ണും കാണും. അന്ന് നൈറ്റ് ഹീറോയിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരുത്തൻ ഒരു ഫോട്ടോയും കൊണ്ട് വന്ന് നിൽപ്പുണ്ട്. അവളും ആ ഫോട്ടോ നോക്കിയതിന് ശേഷം ഡോർ തുറന്ന് അവനെ അകത്ത് കയറ്റി അവന് ഭക്ഷണം കൊടുക്കും. അവൻ നല്ല പോലെ ഭക്ഷണം അട്ടിച്ച് കയറ്റും. നല്ല ഒന്നാന്തരം കുടലും കരളും എല്ലാം കൂട്ടി അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതിന് ശേഷം നേരത്തെ ഒരു ഫോട്ടോ കണ്ടില്ലേ, അത് ഇവൻ്റെ അനിയത്തിയാണ്. അവൾ ലാസ്റ്റ് ഇവിടെയാണ് ജോലിക്ക് വന്നത്. അതിനുശേഷം പിന്നെ അവളുടെ യാതൊരു അഡ്രസ്സും ഇല്ല. അവളെ എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് കേൾക്കും. ഇത് കേട്ട് ടെൻഷനായി ഹീറോയിൻ, നിന്റെ അനിയത്തി എന്താ ചെയ്തെന്നറിയോ? എൻ്റെ ഭർത്താവിനെ മയക്കെടുത്ത് അയാളെയും കൂട്ടി ഈ നാട് വിട്ടു പോയി. അവസാനം ഞാനും എൻ്റെ ഈ വയ്യാത്ത മകളും തനിയായി പോയി. ഇത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ അവൻ നിൽക്കും. അടുത്ത ദിവസം കാലത്ത് അവൾ ഹോട്ടൽ തുറക്കും. അതുവരെയും ഉന്തുവണ്ടി തള്ളി നടന്നവൾ അന്ന് തൊട്ട് അവളുടെ വീട്ടിൽ മുൻപത്തേതുപോലെ വീണ്ടും ഹോട്ടൽ ആരംഭിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ പലതരം പച്ചക്കറി കൊണ്ടാണ് ഇവർ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം മാംസാഹാരം കൊടുക്കാൻ തുടങ്ങിയതോടെ നിറയെ ആളുകൾ കടയിൽ വന്നു തുടങ്ങി. എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ഒരു കസ്റ്റമർ സൂപ്പ് കേൾക്കും. അവളും വേഗം സൂപ്പ് എടുക്കാൻ പോകും. ഇന്നേരം ആ പാത്രത്തിലെ സൂപ്പിൽ നിന്ന് ഒരു തല പൊങ്ങി വരും. അത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ തലയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് ഈ ഹോട്ടലിൽ വിളമ്പുന്ന രുചികരമായിട്ടുള്ള മാംസാഹാരം വേറെ ആരുടെയല്ല, മനുഷ്യരുടെ മാംസമാണ്. ആ ചക്കനെ വെട്ടി കഷ്ണാക്കി സൂപ്പും കറിയെല്ലാം വെച്ച് ആളുകൾക്ക് വിളമ്പിയത്. ഇന്നേരം അവിടേക്ക് പോലീസ് ഓഫീസർ വരും. അയാളും ഇവളുടെ രുചികരമായ ഭക്ഷണത്തെക്കുറിച്ച് കേട്ട് ഫുഡ് കഴിക്കാൻ വന്നതാ. എന്നിരുന്നാലും ഇവൾക്കൊരു ഭയം, അയാളെങ്ങാനും കണ്ടുപിടിക്കുമെന്ന്. കറക്റ്റ് സമയം അവിടേക്ക് നമ്മുടെ ഹീറോയും എത്തും. അങ്ങനെ ഇവർക്ക് രണ്ടാൾക്കും ഹീറോയിന് അവൾ ഉണ്ടാക്കിയ മനുഷ്യ മാംസം കൊണ്ടുള്ള ഫുഡ് കൊടുക്കും.
അവരും അത് ആസ്വദിച്ച് കഴിക്കും. പിന്നീട് നമ്മുടെ ഹീറോയ്ക്ക് അവളുടെ മീതെ സിമ്പതി തോന്നി അവളുടെ കൂടെ കൂടി അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴും അവളെപ്പറ്റി അവനൊന്നും അറിയില്ല. അവളുടെ ഈ ഫുഡിൻ്റെ സീക്രട്ടും അവനറിയില്ല. അങ്ങനെ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ തമ്മിൽ നല്ല പോലെ അടുക്കും. ഒരു ദിവസം വൈകുന്നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാ അമ്മ ഉറങ്ങാന്ന് മോള് പറയും. ഞാൻ ദാ വരുന്നു, നീ പോയി ഉറങ്ങിക്കൊന്ന് ഹീറോയിൻ അവളോട് പറയും. ഇന്നേരം അവിടേക്ക് പലിശക്കാരനും അവൻ്റെ ചിങ്കടികളെത്തും. വന്നയുടനെ ഇവളുടെ അടുത്ത് ഒരു മാതിരി സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ ആള് ഉടനടി ഇറച്ചി വെട്ടുന്ന കത്തിയെടുത്ത് ടപ്പെന്ന് മരക്കട്ടയിൽ കുത്തിവെക്കും. അല്ല, നിന്റെ ഹോട്ടലിലെ ഫുഡ് നല്ലതാണെന്ന് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് കേട്ടു, കുറച്ചെടുക്ക നോക്കട്ടെ. അങ്ങനെ അവൾ 3 പേർക്കും ഫുഡ് കൊടുക്കും. എടാ, ഇവളെ നമ്പാൻ കൊള്ളില്ല, ചിലപ്പോൾ പട്ടിറച്ചി ചിക്കനാണ് മട്ടനാണെന്ന് പറഞ്ഞ് അവൾ നമുക്ക് വിളമ്പും. അതുകൊണ്ട് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയും. അവനെന്തോ ആലോചിച്ച് നോക്കിയിരിക്കുക. എടാ മണ്ട, ഇങ്ങോട്ട് നോക്കടാ. അങ്ങനെ അവൻ ടേസ്റ്റ് ചെയ്ത് വാവ് സൂപ്പർ ഡെലീഷ്യസ് എന്നൊക്കെ നമ്മുടെ ഫുഡ് വ്ളോഗേഴ്സിനെ പോലെ പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി 3 എണ്ണം മൂക്കുമുട്ടെ അടിച്ചു കയറ്റും. ആ മണ്ടന്മാർക്കറിയില്ല അവർ കഴിക്കുന്ന മനുഷ്യ മാംസമാണെന്ന്. അടുത്ത ദിവസം കാലത്ത് ഹീറോയിനെ കാണാൻ കടയിലേക്ക് വരും. അവിടെ ചെന്ന് നോക്കിയാൽ കടയിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇവളുടെ മുഖത്താണെങ്കിൽ ഒരു പാടുണ്ട്. എന്തു പറ്റിയെന്ന് അവൻ കേൾക്കും. ഇപ്പോഴാണ് ഇന്നലെ എന്താ നടന്നതെന്ന് പറയുന്നത്. അതായത് ഇന്നലെ രാത്രി അവന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിലൂടെ വന്ന ഇവള് കയ്യിൽ കരുതിയ ഇറച്ചി വെട്ടുന്ന കത്തിയെടുത്ത് പലിശക്കാരൻ്റെ കഴുത്തങ്ങ് അറുത്തെടുക്കും. ഈ കാഴ്ച കണ്ട് പേടിച്ച് മറ്റവന്മാരൊക്കെ പേടിച്ച് താഴെ വീഴും. അവൾ അവന്മാരെയും വെറുതെ വിടില്ല. ഓടാൻ നോക്കിയ ഒരുത്തിൻ്റെ വായിൽ കത്തിയെടുത്ത് ചക്കെന്ന് കുത്തിക്കയറ്റും. നെക്സ്റ്റ് ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞവനെ അവിടെ ചുമലിൽ ഒരു ആണിയുണ്ട്. അതിൽ പടന്ന് അവൻ്റെ തല അതിൽ കൊണ്ടുപോയി അട്ടിച്ച് അവൻ്റെ കഥയും തീർക്കും. അങ്ങനെ 3നെയും തീർത്ത് അവരെ പീസാക്കി നെക്സ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ റെഡിയാക്കി വെക്കും. സത്യത്തിൽ ഇതൊന്നും അവൾ ഹീറോയോട് പറയില്ല. അവൾ മനസ്സിൽ വിചാരിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. ഇവൻ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ആണുങ്ങളില്ലാത്ത വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്ന് അവളെ ഉപദ്രവിച്ചെന്ന്. അവളുടെ മുഖത്തെ പാട് കണ്ട് സങ്കടം തോന്നിയവൻ, നീ വിഷമിക്കാതെ, ഇനി തൊട്ട് നിനക്ക് ഞാനുണ്ടെന്ന് പറയും. അങ്ങനെ ആ സന്തോഷത്തിൽ അവർ രണ്ടാളും ഒന്നാകും. ഹീറോയെ ഭയങ്കര ഇഷ്ടമാകും. ഇവർ രണ്ടാളും ഒന്നായി ഇരിക്കുന്നത് ഹീറോയിൻ്റെ മകള് കാണും. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഹീറോയിൻ്റെ ഹസ്ബൻഡ് അവരുടെ വീട്ടിലെ വേലക്കാരി, അതായത് മുൻപ് എൻ്റെ അനിയത്തിയെ കണ്ടു എന്ന് ചോദിച്ച് ഒരുത്തൻ വന്നില്ലേ, അവൻ്റെ ആ പെങ്ങളുമായിട്ട് തെറ്റായ രീതിയിൽ ഇരിക്കുന്നത് ഈ കുഞ്ഞ് കാണും. ഇവൾ കണ്ട വിവരം ഇവർക്കും മനസ്സിലാകും. ഉടനടി അവർ അവളെ എടുത്ത് വീടിൻ്റെ പിൻവശത്ത് വെച്ചിരിക്കുന്ന വെള്ളം നിറച്ച ഡ്രമ്മിൽ കൊണ്ടുപോയി ഇടാൻ നോക്കുക. അതേസമയം വീട്ടിലേക്ക് വന്ന ഹീറോയിൻ മകളുടെ കാലിലെ സ്റ്റിക്ക് താഴെ വീണ് കിടക്കുന്നത് ശ്രദ്ധിക്കും. എന്താ ഇത് ഇവിടെ വീണ് കിടക്കുന്നതെന്ന് വിചാരിച്ച് അവൾ അതെടുത്ത് പുറത്തു വരുമ്പോൾ ഇവർ രണ്ടാളും കൂടി ചെയ്യുന്ന പ്രവൃത്തി അവൾ കാണും. വേഗം ഓടി വന്ന് അവൾ കയ്യിലുള്ള സ്റ്റിക്ക് വെച്ച് അവരെ പട്ടാന്നടിക്കും. അടി കിട്ടിയ ഉടനെ മറ്റേ പെണ്ണ് ഓടാൻ ശ്രമിക്കും. അതേസമയം ഇവൾ കയ്യിൽ കിട്ടിയ കമ്പി കൊളുത്തു വെച്ച് അവളുടെ കാലിലൊന്ന് കൊടുക്കും. ഇതോടെ അവൾ താഴെ വീണു. അടുത്തത് അവളുടെ ഹസ്ബൻഡിനെ പിടിച്ച് വലിച്ചു തള്ളുമ്പോൾ അവൻ്റെ കണ്ണിൽ അവിടെ ഉണ്ടായിരുന്ന കമ്പ് തുളച്ചു കയറി. വേലക്കാരി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് നിറങ്ങി വന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ വന്ന ഹീറോയിൻ കയ്യിൽ കരുതിയ അരിവാളെടുത്ത് ചക്കെന്ന് കയ്യിൽ വെട്ടും. ഇതോടെ കൈ അവളുടെ ശരീരത്തിൽ നിന്ന് അറ്റുപോകും. തിരിച്ച് ഫ്ലാഷ് ബാക്കിൽ നിന്ന് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത്. അവളുടെ ജോലിയെല്ലാം തീർത്ത് അവളുടെ ഡ്രോയിൽ നിറയെ മെഡിസിൻസ് ഇരിപ്പുണ്ട്. അതെടുത്ത് നോക്കും. ഇതെല്ലാം അവളുടെ മകൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ മെഡിസിൻസാണ്. പക്ഷെ അതിൽ ഒന്നുപോലും അവൾക്ക് കൊടുത്തിട്ടില്ല. ഇപ്പുറത്തെ ഹീറോ ഇതുവരെയും ഇവളുടെ മകളെ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ച് അവിടെ മുഴുവൻ തേടാൻ ആരംഭിക്കും. അങ്ങനെ തേടി ഇവൻ വീടിൻ്റെ പിൻവശത്തെത്തി. അവിടെ ഇരിക്കുന്ന ഡ്രമ്മ് ചുമ്മാ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ അവളുടെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നു. ഈ കാഴ്ച കണ്ട് പേടിച്ച് പതറി അവൻ താഴെ വീഴും. അതേസമയം അവൾ അവിടേക്ക് എത്തും. ഇതിൽ ആരാണ് മരിച്ചു കിടക്കുന്നതെന്ന് അവൻ കേൾക്കും. ഉടനെ അവളുടെ മകളുടെ പേര് വിളിച്ച് അതെൻ്റെ മകളാ, അവൾ ഉറങ്ങാ, അവൾ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. സത്യത്തിൽ നമ്മളെല്ലാവരും കരുതിയത് അവളുടെ മകൾ അവളോടൊപ്പം ജീവനോടെ തന്നെ ഉണ്ടെന്നല്ലേ. അതെല്ലാം സാങ്കല്പികം മാത്രമാണ്. യഥാർത്ഥത്തിൽ അന്ന് ഹസ്ബൻഡും ഇവരുടെ വേലക്കാരും കൂടി ഡ്രമ്മിലെ വെള്ളത്തിൽ കുഞ്ഞിനെ മുക്കിക്കൊന്നിരുന്നു. പക്ഷേ ഇന്നും ഇവൾ ആ സത്യം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവൾ കുഞ്ഞിനു വേണ്ടി മുൻപത്തെ പോലെ മെഡിസിനും മറ്റും കാര്യങ്ങളും വാങ്ങി വെക്കുന്നത്. ഇതോടെ ഇവൻ ഒരു കാര്യം പിടികിട്ടും, ഇവളുടെ മനസ്സ് ശരിയല്ലെന്ന്. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇവർ രണ്ടാളെയും പോലീസ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. അതായത് ഇവളുടെ ഹസ്ബൻഡിനെ വേലക്കാരെയും കാണാനില്ലല്ലോ, അതേപ്പറ്റി കേൾക്കും. ഫസ്റ്റ് ഹീറോയെ വിളിച്ച് കേൾക്കും, സർ അവർ രണ്ടുപേരും എവിടേക്കോ ഒളിച്ചോടിപ്പോയി. അതിനുശേഷം ഈ സ്ത്രീയുടെ മനസ്സിൻ്റെ താളം തെറ്റി, അവൾ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നതെന്ന് ഇവൻ പറയും. അവനോട് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ച് അവനെ പറഞ്ഞയക്കും. നെക്സ്റ്റ് ഹീറോയിൻ്റെ അടുത്ത് ഇതേപ്പറ്റി കേൾക്കും. അവൾ കമ ശിവാന്ന് ഒരക്ഷരം പോലും പറയില്ല. പോലീസ് തലങ്ങും വിലങ്ങും മാറ്റി ചോദിക്കും. പക്ഷെ അവളൊന്നും മിണ്ടില്ല. ഇപ്പോഴാണ് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. അതായത് ഇവള് അവർ രണ്ടാളെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന്
ഹീറോയിൻ ഒരു ഇരുമ്പ് കമ്പി വെച്ച് അവൻ്റെ വായയിലും വേലക്കാരുടെ കഴുത്തിലും കുത്തി ഇറക്കി അവർ പിടയുന്നത് കണ്ട് ആസ്വദിച്ചു നിൽക്കും. അങ്ങനെ അവരെ വളരെ ക്രൂരമായ രീതിയിലാണ് കൊന്നത്. ഇതെല്ലാം അവൾ ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ആലോചിക്കും. പോലീസുകാരെ ഇവൾ മനോനില തെറ്റിയ പെണ്ണാണെന്ന് കണക്ക് കൂട്ടി അവളെ പറഞ്ഞയക്കും. വീട്ടിലെത്തിയ പാടെ അവൾ ഓടിച്ചെന്ന് ഡ്രമ്മിലെ വെള്ളത്തിൽ അവളുടെ തല സ്വയം മുക്കും. ഈ നേരം പണ്ട് നടന്ന ഇൻസിഡൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ ഇവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവളുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു. അവർക്ക് അതിലൊരു ആൺകുട്ടിയുണ്ട്. അതായത് പറഞ്ഞും പിടിച്ചു വന്ന ഇവളുടെ അനിയൻ പക്ഷെ ചേച്ചിയായിട്ടല്ല കണ്ടത്. അവൻ ഇവളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കും. ഈ കാഴ്ച കണ്ട് ഓടി വന്ന അച്ഛൻ അയാളിപ്പോൾ ഇവളെ രക്ഷിക്കുമെന്ന് നമ്മൾ വിചാരിച്ചാൽ തെറ്റി. അവനെ മാറ്റി നിർത്തി അയാൾ അവളെ പീഡിപ്പിക്കും. അതും വളരെ ക്രൂരമായ രീതിയിൽ. അപ്പനും മകനും ചേർന്ന് അവളുടെ ജീവിതം തന്നെ നശിപ്പിക്കും. ഇതൊന്നും ഇവളുടെ അമ്മയ്ക്ക് അറിയില്ല. അങ്ങനെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അവൾ പ്രഗ്നൻ്റ് ആകും. അധികം വൈകാതെ ഇതെല്ലാം മറച്ചു വെച്ച് അവൾ മറ്റൊരാളെ കല്യാണം കഴിക്കും. ഇവൾ കല്യാണം കഴിഞ്ഞ ഉടനെ അവനോട് എല്ലാം പറയും. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും അയാൾ ഇവളെ റേപ്പ് ചെയ്യും. കുറച്ച് നാളുകൾക്കുള്ളിൽ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകും. അവളുടെ അമ്മയാണ് അവളുടെ പ്രസവം എടുക്കുക. ശേഷം എല്ലാ സത്യങ്ങളും അറിഞ്ഞ അമ്മ ഭക്ഷണത്തിൽ വിഷം കലക്കി അപ്പനെയും മകനെയും കൊല്ലും. എന്നിട്ടും അമ്മയുടെ ദേഷ്യം അടങ്ങില്ല. അവൾ രണ്ടിനെയും പീസാക്കി മാറ്റി. അങ്ങനെ പോകെ അമ്മയും മരിക്കും. ഇപ്പോൾ ഇതെല്ലാം ആലോചിച്ച് നമ്മുടെ ഹീറോയിൻ കരയും. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതിനാലായിരിക്കാം അവളുടെ മാനസിക നില തെറ്റിയത്. അവിടെ സീൻ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെ ഉപേക്ഷിച്ച് തിരിച്ച് വീണ്ടും അവൻ്റെ പഴയ കാമുകിയുടെ അടുത്തേക്ക് പോകും. അവളുടെ പിന്നാലെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഇതെല്ലാം ഒളിഞ്ഞ് ഹീറോയിൻ വീക്ഷിക്കും. അവൾക്ക് വേണ്ടാത്ത ആഗ്രഹം കൊടുത്ത് നമ്മുടെ ആശൻ വേറൊരുത്തിൻ്റെ പിന്നാലെ നടക്കുന്നത്. അവൻ്റെ പഞ്ചാര നടത്താൻ കണ്ട് ദേഷ്യം വന്ന ഹീറോയിൻ ഒരിക്കൽ ഹീറോയുടെ കാമുകിയുടെ വീട്ടിൽ പോയി അവളെ ഇവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്ട്രെയിറ്റ് ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലെത്തിയ പാടെ അവൾക്ക് കുടിക്കാൻ ഒരു ജ്യൂസ് റെഡിയാക്കി. അതിൽ മയക്കുന്നതിന് ഒരു പൊടിയും കലക്കും. ഇവൾ ആ ജ്യൂസ് മേടിച്ച് കുടിച്ചതും അവളുടെ ബോധം പോകും. ഇതേ നേരം ഹീറോ കാമുകിയെ തേടി അവളുടെ വീട്ടിലേക്ക് ചെല്ലും. ഇന്നേരം അവളുടെ അമ്മ മകളെ ആ ഹോട്ടൽക്കാരി അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് പോയിരിക്കാന്ന് പറയും. ഇത് കേട്ട് ഷോക്കായ ഹീറോ അവളൊരു മെന്റൽ കേസ് ആണെന്ന് ഹീറോയ്ക്ക് അറിയാലോ. അതുകൊണ്ട് വേഗം അവൻ അവളുടെ വീട്ടിലേക്ക് പായും. ഇപ്പുറത്ത് ആ പെണ്ണ് മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയാൽ ചില്ല് പെട്ടിക്കുള്ളിലായിരിക്കും ഇരിക്കുന്നുണ്ടാക്കുക. പെട്ടി ഫുള്ളായിട്ട് രക്തമായിരിക്കും. കൂടാതെ നിറയെ മനുഷ്യൻ്റെ ബോഡി പാർട്സ് ഉണ്ടായിരിക്കും. ഇപ്പോഴാണ് അവൾ ഒരു മനുഷ്യൻ്റെ തല പൊന്തി വരുന്നത് കാണുക. അത് കണ്ട് പേടിച്ച് അവൾ അലറിക്കരയും. അത് ആരുടെ തലയാണെന്ന് വെച്ചാൽ ഒരു പെങ്ങളെ തേടി ആങ്ങളെ വന്നിട്ടുണ്ടായിരിക്കില്ലേ, അവൻ്റെ തലയാ. ആദ്യം സൈക്കോ അവൻ്റെ കാല് വലിയൊരു അരിവാൾ വെച്ച് വെട്ടിയെടുക്കും. ശേഷം അവൻ്റെ വായിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിങ്ങനെ എല്ലാ മസാലകളും കുത്തി നിറയ്ക്കും. അങ്ങനെ അവൻ്റെ ജോലിയും തീർക്കും. അവൻ എന്തിനാ കൊന്നേന്നറിയില്ല. ആ വേലക്കാരുടെ ചേട്ടനായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇവൾക്ക് ആരെയൊക്കെ ഇഷ്ടമല്ല അവരെല്ലാം തീർക്കും. ഹീറോയുടെ കാമുകി അവിടെ കിടന്ന് പേടിച്ച് കരയുന്നുണ്ട്. അതേസമയം ഹീറോ സൈക്കോയുടെ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഹീറോയുടെ കാമുകി അവൾ ഒരു വിധന ആ ചില്ലുപെട്ടിയിൽ നിന്നിറങ്ങി പതിയെ മറ്റൊരിടത്ത് പോയി ഒളിഞ്ഞിരിക്കും. ഇവൾ ഈ പോകുന്ന വഴിയിൽ നിറയെ ശവശരീരങ്ങൾ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നത് കാണും. എല്ലാം വളരെ വ്യത്യസ്ത രീതിയിലാണ് കൊന്നിരിക്കുന്നത്. അതേ നേരം സൈക്കോ ഹീറോയിൻ ആ മുറിയിലേക്ക് വരും. വന്ന പാടെ ചില്ലുപെട്ടിയിൽ ഇവളെ നോക്കിയാൽ ഇവൾ അവിടെയൊന്നും കാണുവാനില്ല. ഇതോടെ ടെൻഷനായ ഹീറോയിൻ കത്തിയെടുത്ത് അവിടെ മുഴുവൻ അവളെ തേടാൻ ആരംഭിക്കും. ഇവൾ അകത്ത് കയറിയത് മനസ്സിലാക്കിയ ഹീറോയുടെ കാമുകി അവൾ പതുക്കെ അവിടെയുള്ള പടിക്കെട്ടുകൾ കയറാൻ ആരംഭിക്കും. ഒരുവിധം കയറി പുറത്തോട്ട് കടക്കാൻ നിൽക്കുന്ന നേരം സൈക്കോ വന്ന് അവളുടെ കാലിൽ ഒറ്റ വെട്ട. ബോധം പോയി താഴെ വീണ ഹീറോയുടെ കാമുകിയെ സൈക്കോ വലിയൊരു ടേബിളിൽ കിടത്തി ആണി കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ അടിക്കാൻ നോക്കുന്ന കറക്റ്റ് ടൈമിനെ ഹീറോ അവിടെ എത്തി. വന്ന പാടെ സൈക്കോ ഹീറോയിൻ തമ്മിലൊരു മൽപ്പിടുത്തം നടക്കും. അവസാനം അവളെ തള്ളി നീക്കി ഇവൻ്റെ കാമുകിയുടെ അടുത്തേക്ക് വരും. ഇപ്പോൾ മയക്കത്തിൽ നിന്നേറ്റ് തൻ്റെ കാമുകിയെ കണ്ട് അവൻ ഒരുപാട് സന്തോഷിക്കും. അവൻ അവളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് പ്രാന്ത് പിടിച്ച സൈക്കോ അവനെ കുത്താൻ വരും. പക്ഷെ കുത്തില്ല. കാരണം അവൾ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇനി എങ്ങാനും തൻ്റെ കയ്യാൽ അവനെ കൊല്ലു എന്ന ഭയത്തിൽ കത്തി പിടിച്ച് അവൾ അവിടുന്ന് റോഡിലൂടെ ഓടാൻ ആരംഭിക്കും. അവളുടെ രൂപവും ഭാവമൊക്കെ കണ്ട് അവിടെയുള്ള എല്ലാവരും പേടിക്കും. പ്രാന്ത് പിടിച്ച് ഏത് ചെയ്യണം എന്നറിയാതെ അവൾ അവസാനം അവിടെയുള്ള പാലത്തിന് അവിടെ വന്നിരിക്കും. അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. പിന്നാലെ ഹീറോയും അവിടേക്ക് എത്തി. എന്ത് വന്നാലും അവളെ രക്ഷിക്കണമെന്ന് ഇവൻ തീരുമാനിക്കും. അവനും പതിയെ അവളുടെ അടുത്തേക്ക് നടന്നിങ്ങി. ഇതേ സമയം അവൾ കത്തി കാണിച്ച് അവനെ മിരട്ടും. എൻ്റെ അടുത്ത് വന്നാൽ നിന്നെ ഞാൻ കുത്തിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ലാസ്റ്റ് ഇതുവരെയും തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾ ഓർത്ത് ജീവിതം മടുത്ത് വെറുത്ത് അവൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. വിവരമറിഞ്ഞ് പോലീസ് അവിടേക്ക് എത്തി. നേരം വെളുക്കുന്നവരെ അവിടെ മൊത്തം അരിച്ചു പെറുക്കി നോക്കും. പക്ഷെ അവളെ കണ്ടെത്താനാകില്ല. ഇതെല്ലാം കഴിഞ്ഞ് പോലീസ് ഹീറോയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവനും അവളും കുറച്ചു കാലം ഒന്നിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവനെ പിടിച്ച് ചോദ്യം ചെയ്യും. ഇപ്പുറത്തെ ഹീറോയിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ശവശരീരങ്ങൾ അതെല്ലാം പോലീസ് എടുത്തു കൊണ്ടുപോകും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നില്ല.
ഇപ്പോഴാണ് ഈ സിനിമയുടെ ഇടിവെട്ട് സീനിലേക്ക് പോകുന്നത്. അതായത് ഹീറോയിന് മരിച്ചിട്ടുണ്ടാകും എന്നല്ല നമ്മളെല്ലാവരും കരുതിയത്. എന്നാൽ അവൾ ജീവനോടെ തന്നെയുണ്ട്. അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് വരും. അന്നേരം അവളുടെ അമ്മ അവിടെ ഇരുന്ന് അവളുടെ ഹസ്ബൻഡിനെയും മകനെയും കൊന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അവരുടെ ബോഡി അറുത്ത് മുറിച്ച് കഷ്ണം കഷ്ണാക്കിക്കൊണ്ടിരിക്കുക. ആ കാഴ്ച കണ്ടാണ് നമ്മുടെ സൈക്കോ വീട്ടിലോട്ട് എൻട്രി അടിക്കുന്നത്. മുൻപ് മകൾ ജീവനോടെ ഉണ്ടെന്ന് കരുതിയാണല്ലോ ഇവൾ ജീവിച്ചിരുന്നത്. ഇപ്പോൾ അവളുടെ കണ്ണിൽ അവളുടെ അമ്മ അവളുടെ കൂടെ ഉള്ളതുപോലെ കാണിക്കും. ഇനി ഇവൾ ആരൊക്കെയാണാവോ കൊല്ലാൻ പോകുന്നത്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബായ്.